ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോനാഥൻ കടലിന് മീതെ നടക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാര് ഒരു ശക്തമായ കാറ്റിൽപ്പെട്ട് കടൽക്ഷോഭത്തിൽ പെട്ടുപോയിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. ശക്തിയേറിയ കാറ്റ് ആഞ്ഞടിച്ചത് കൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്റ്റാത്തിയോൺ ഫർലോങ് എന്നൊക്കെ നമ്മൾ പറയും, ദൂരത്തായിരുന്നു അവര്. തണ്ട് വലിച്ച് കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വെള്ളത്തെ സമീപിക്കുന്നത് അവർ കണ്ടു എന്നാ പറയുന്നത്. ഇത് 25-30 സ്റ്റാത്തിയോൺ ദൂരം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 5-6 കിലോമീറ്റർ നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിൻ്റെ ഒരു നമ്മൾ കിലോമീറ്റർ കണക്ക് നോക്കുമ്പോൾ ഇത്രയും ദൂരത്തായിരിക്കുന്ന ശിഷ്യന്മാര് അവിടേക്ക് ഈശോ നടന്നു വരികയാണ്, കടലിന് മീതെ നടന്നു വരികയാണ്. ഇതൊരു പുത്തൻ പുറപ്പാടാണ്. രണ്ടാം പുത്തൻ പുറപ്പാട് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചെങ്കടൽ മുറിച്ചിട്ട് വഴിയൊരുക്കി ദൈവം അവർക്ക് മുമ്പേ നീങ്ങുന്നു, അവര് ദൈവത്തെ അനുഗമിക്കുന്നു, കാനാൻ ദേശത്തേക്ക് പോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ ഒരു പുത്തൻ പുറപ്പാടെന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈശോ ഈ ശിഷ്യന്മാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിൽ ക്ലേശങ്ങളിൽ പെട്ടുപോയ ശിഷ്യന്മാരെ മറുകര എത്തിക്കാനായിട്ട് ഈശോ കടന്നു വരികയാണ്. പക്ഷെ കടൽ മുറിക്കുന്നില്ല, കടൽ മീതെ നടക്കുകയാണ്. നമ്മൾ പലയാവർത്തി കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലുള്ള ദൈവത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്ന ഒരു കാര്യമാണിത്. കടലിന് മീതെ നടന്നു വരുന്ന ദൈവം. ഇവിടെ ഈശോ നടന്നു വരുമ്പോൾ ഈ ഒരു വാക്യം, ഈ ഒരു സംഭവം ഒരു വാക്യം കൊണ്ട് നേരത്തെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോബിന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 8-ാം വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ്? അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്, അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു. അപ്പോൾ ഈ തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തിരകൾക്ക് മീതെ നടക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പ്രശ്നങ്ങൾക്ക് മീതെ നടക്കാൻ കെൽപ്പുള്ള ശക്തിയുള്ള ദൈവം. പ്രശ്നങ്ങൾക്ക് മീതെ നടക്കാൻ ശക്തിയുള്ള ദൈവം എന്നല്ല മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രശ്നങ്ങളെ ചവിട്ടി മെതിക്കാൻ ശക്തിയുള്ള ദൈവം എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തിരമാലകളെ ചവിട്ടി മെതിച്ച് നടന്നു വരുന്ന ഈശോ എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ വ്യക്തമായിട്ടും ഈ സുവിശേഷഭാഗത്ത് എഴുതുന്നൊരു കാര്യമുണ്ട്. ഞാനാണ്, ഭയപ്പെടേണ്ട. ഏഗോ ഏമീസും ഞാനാണ്, ഐ ആം ഹു ആം. യഹോവ, യാഹ്വേ എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാനാണ് എന്ന് ഈശോ പറയുക. അപ്പം ഞാനാണ് ദൈവം, നിന്റെ പ്രശ്നങ്ങളെ ചവിട്ടി മെതിക്കാൻ ശക്തിയുള്ള ദൈവം എന്ന് ഈശോ പറയുക. എന്നിട്ട് അടുത്ത അവസാനത്തെ വരി 6-ാം അധ്യായത്തിലെ 21-ാം വാക്യം, ഈ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ഈ 5-6 കിലോമീറ്ററിനപ്പുറം കിടന്ന വള്ളമായത്. അപ്പോൾ അത് വ്യക്തമായിട്ടും പറയും, 25-30 സ്റ്റാദിയം അകലെ കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈ വള്ളം എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു, കരയ്ക്കെത്തി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അവൻ ആ പ്രശ്നങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് വരികയാണ്. ജോബ് 9:8 തിരമാലകളെ ചവിട്ടി മെതിച്ച് വരുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആ ചവിട്ടി മെതിച്ച് വന്നിട്ട് നമ്മൾ കാണുന്നതാണ്, അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് മീതെ ഇങ്ങനെ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അവനെ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മളെ അവൻ കരയ്ക്കെത്തിച്ചു കഴിഞ്ഞു. വള്ളത്തിൽ കയറിയിട്ടില്ല, അതിനു മുമ്പേ നമ്മൾ അപ്പം ഈശോയെ നമ്മൾ കൂടെ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു, വിജയം കൈവരിച്ചു കഴിഞ്ഞു, കരയ്ക്ക് എത്തിക്കഴിഞ്ഞു. എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠം. അപ്പം നമ്മൾ അവനെ വള്ളത്തിൽ കയറ്റി കഴിഞ്ഞു, പ്രശ്നം അവസാനിച്ചു എന്നുള്ളതല്ല, കയറ്റാൻ നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിന്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, അതിൽ നീ കരയ്ക്കെത്തിക്കഴിഞ്ഞു. അപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങളെ ചവിട്ടി മെതിച്ച് കടന്നു വരുന്ന ദൈവം നിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവനെ കൂടെ കൂട്ടാൻ നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലെ അനുദിന പ്രശ്നങ്ങളിലേക്ക് ഉദ്ധിതനെ കൂടെ കൂട്ടാനുള്ള ആ മനസ്സ്,
ആ വിശ്വാസം, ആ സ്നേഹം, ആ പ്രത്യാശ നമ്മളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഈശ്വരനാഥനിൽ നമുക്ക് നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.